ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. സമയമാകുമ്പോ വരും, എല്ലാം അവിടെ ഉണ്ടാവും. പോനാരും കാണിച്ചോണ്ടിരിക്കണ്ട. അപ്പയുടെ മുടി വെട്ടി മാൻഡ്രൈക്കിനെ പോലെ ഉണ്ട്. പിന്നെ ഞാൻ വളരെ നിറഞ്ഞ സന്തോഷത്തിലിരിക്കുക. കാരണം ഇവളെ അവർക്ക് കാണാൻ പറ്റിയില്ല വർക്കിംഗ് ഡേയിൽ പകൽ വന്നുകൊണ്ട്. അപ്പൊ ഇവളെയൊക്കെ കാണിച്ച ഒരു വീഡിയോ ഇന്ന് രാവിലെ ഒരു 9 മണിയായപ്പോ അപ്പയ്ക്കൊരു ഫോൺ വന്നു. കൊടുത്തയച്ച സമ്മാനപ്പൊതിയാണ് ഇരിക്കുന്നത്. എന്ത് മാത്രം നോക്കി. ഓ എനിക്ക് വയ്യ. ഓ എന്റെ പൊന്നതേ, അതന്നെ. ഇതിനൊക്കെ എന്നാ മറുപടി പറയണ്ടേന്ന് എനിക്ക് വാക്കുകളില്ല. കുറെ എണ്ണങ്ങളുണ്ട്. ഞാൻ കണ്ടു. അതെന്നാന്നറിയാമോ? കഞ്ഞിവെള്ള പാത്രത്തിലെ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് ഇച്ചിരി ചോറുണ്ട്, അത് പുറത്തേക്കിടും. അത് തിന്നാൻ വന്നതാ. അതുങ്ങൾ തിന്നോട്ടം മിണ്ടാ പ്രാണികൾ. എന്തോരം ജീവികളാ കണ്ടു. അണ്ണാനുള്ള വെള്ളം. അണ്ണാന് വെച്ച് വെള്ളം കുടിക്കാൻ വന്നത് കാക്കയാ. ആരെങ്കിലുമൊക്കെ കുടിക്കട്ടെ, അവരുടെ ദാഹമൊക്കെ മാറട്ടെ. പാവങ്ങളല്ലേ. ഇനി വേനൽക്കാലമാകുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ദാഹം എന്തോരം ഉണ്ടെന്ന്. അതുപോലെ തന്നെ അവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അവർക്കും കുറച്ച് വെള്ളം വെക്കണം. എന്ത് നല്ല കാര്യം. അപ്പയുടെ മുടി വെട്ടി മാൻഡ്രൈക്കിനെ പോലെ ഉണ്ട്. അമ്മ കണ്ടോ? എണീക്കണില്ലേ? എന്നാ എണീക്കാത്ത? ഇനി പോരട്ടെ. സമയമാകുമ്പോ വരും, സമയമാകുമ്പോ വരും, എല്ലാം അവിടെ ഉണ്ടാവും. പോനാരും കാണിച്ചോണ്ടിരിക്കണ്ട. ഉറക്കം തെളിഞ്ഞു കിടക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ എണീറ്റാൽ എന്നാ? അത് എന്റെ തീരുമാനം. ശക്തമാണോ? ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ശക്തമാണോ? എന്നാ കുഴപ്പമില്ല. പിന്നെ ഞാൻ വളരെ നിറഞ്ഞ സന്തോഷത്തിലിരിക്കുക. കാരണം ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ഗിഫ്റ്റ് കൊണ്ടുവന്ന ആള് കുറച്ച് സമയം ചെലവഴിച്ചേച്ച് പോയി. അതെ. കഴിഞ്ഞ വർഷം നവംബർ ഒടുക്കം ഇവര് നമ്മുടെ ക്ലോസ് ഫാമിലി ഫ്രണ്ട് ആൻഡ് നമ്മുടെ റിലേഷനിലുള്ള ഒരു ഫാമിലി കഴിഞ്ഞ വർഷം വന്നിട്ട് നമ്മുടെ അടുത്ത് ഗെറ്റ് ടുഗദറൊക്കെ നടത്തി. അവര് ഈ വർക്കിംഗ് ഡേയിൽ അവരിവിടെ വന്നത്. അതുകൊണ്ട് അവർ താമസിച്ച ഫ്ലാറ്റിൽ നമ്മൾ പോയി. ഇവളെ അവർക്ക് കാണാൻ പറ്റിയില്ല വർക്കിംഗ് ഡേയിൽ പകൽ വന്നുകൊണ്ട്. അപ്പൊ ഇവളെയൊക്കെ കാണിച്ച ഒരു വീഡിയോ നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കമന്റുകളൊക്കെ വന്നായിരുന്നു. നമ്മുടെ ടിട്ടുവും ശാന്തയും ഈ വർഷം അതേ ടൈമിൽ തന്നെ ശാന്തയ്ക്ക് വരാൻ പറ്റിയില്ല, ലീവ് കിട്ടിയില്ല. അപ്പൊ ടിട്ടു നാട്ടിലെത്തിയിട്ടുണ്ട്. ടിട്ടു വന്നത് പക്ഷെ ഒരു മാസം കൂടെ കഴിഞ്ഞ ജനുവരി 23 വന്നേന്നാ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ വന്നത് 31 അല്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പോ മന്ദിരത്തിൽ വന്നു. എറണാകുളത്ത് തന്നെ അവിടെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുവാണ്. 3 വീക്സോറ്റേ ഉണ്ടാവും. അപ്പൊ ഇന്ന് രാവിലെ ഒരു 9 മണിയായപ്പോ അപ്പയ്ക്കൊരു ഫോൺ വന്നു. ചേട്ടൻ വീട്ടിലുണ്ടോ? ടുട്ടുവാന്നും പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്നാ മോനെ വിശേഷം? കാനഡയിലാണ് അവര്. അപ്പൊ പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ വർഷം വന്നതാ. അപ്പൊ ഞാനൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാവൂന്ന് ചോദിച്ചു. ഉണ്ടാവൂന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഫ്ലാഷ് വിസിറ്റ് കഴിഞ്ഞേച്ച് പോയി. അപ്പൊ ഇനി പോകുന്നതിന് മുമ്പ് പുള്ളി ഒന്നോടെ വരും, നമ്മൾ വിളിച്ച്. അപ്പൊ ശാന്തയ്ക്ക് ലീവ് കിട്ടാതിരുന്നോണ്ട് ശാന്ത ഇത്തവണ ഇല്ല, പുള്ളി മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അവര് ശാന്ത ടിട്ടുവിന്റെ കൈവശം കൊടുത്തയച്ച സമ്മാനപ്പൊതിയാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ് സ്വീറ്റ്സ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. സിപ്ലോക്ക് കവറിന്റെ ഫ്രണ്ടില് എഴുതി വെച്ചിട്ടുണ്ട് സിസിൽ ചേട്ടൻ ആൻഡ് അന്നാമോൾന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടുകളിലേക്കും കൊടുക്കണ പാക്കറ്റുകൾ ഉണ്ടാവും നാട്ടിൽ വരുമ്പോ. അപ്പൊ ഈ പാക്കറ്റ് മാറിപ്പോവാതിരിക്കാനാണ് പുള്ളിക്കാരി ഓരോന്നിലും മെൻഷൻ ചെയ്ത് വെക്കണേ. പുള്ളിക്കാരി കഴിഞ്ഞ വർഷം വന്ന് പോയി കഴിഞ്ഞിട്ട് വാലന്റൈൻസ് ഡേയുടെ അതിനോടനുബന്ധിച്ച് കാനഡയിൽ നിന്ന് അവരുടെ അടുത്ത് താമസിക്കുന്ന ഒരു പയ്യന്റെ കൈവശം, തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ നാട്ടിൽ വന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ കാണിച്ച് നല്ല സ്മെല്ലുള്ള ആ ക്യാൻഡിൽ, പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഫ്ലവർ വേസ്, പിന്നെ എനിക്ക് മൈക്രോവേവിൽ നിന്ന് എടുക്കാനുള്ള ഗ്ലൗസ്, പെർഫ്യൂമ്, ഒരുപാട് സാധനങ്ങളാണ്, സ്വീറ്റ്സ് ഒക്കെ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടത്. അപ്പൊ ഇത് ഒരുപാട് നേരം പറഞ്ഞിരിക്കാനുള്ള ക്ഷമ ഇല്ല. വേറെ ഒന്നും ആയിട്ടല്ല, ഇത് പൊട്ടിക്കണം.
കാനഡയിലെ പാക്കറ്റ് കാനഡയിൽ അപ്പ ഊണ് കഴിഞ്ഞപ്പോ ചോദിച്ചു അതിൽ നിന്ന് എടുക്കാവോന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അൺബോക്സിങ് കഴിഞ്ഞ അപ്പ തന്നെ എടുത്തോ. ഞാനപ്പോ വേറൊരു കാരണം കൂടെ പറഞ്ഞു, ദേ നമ്മുടെ ഏഞ്ചലിന്റെ അശ്വം കൊണ്ടുവന്ന സ്വീറ്റ്സ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അത് തീർന്നു തുടങ്ങി, അത് ഇനി 3 ഒറ്റ ഉള്ളൂ. അല്ല എന്നാലും ഒരുപാട് കൊണ്ടുവന്നില്ലേ. ഈ വർഷം ഏറ്റവും ആദ്യം സ്വീറ്റ്സ് കൊണ്ടുവന്നത് അശ്വിന. അശ്വിൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആ നാട്ടിൽ വന്ന് പന്തലിന്റെ കേക്കൊക്കെ ആയിട്ട് വന്നില്ലേ, മറ്റേ അവിടുത്തെ സ്വീറ്റ്സും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത റിലേഷനിലുള്ള നമ്മുടെ വളരെ വേണ്ടപ്പെട്ട മോൻ കൊണ്ടുവന്ന അത് എന്തുമാത്രം അല്ലേ. ആദ്യമായി കഴിച്ച ബക്ലാവ സ്വീറ്റ് ബോക്സ്, പിന്നെ കേക്കുകളുടെ പ്രളയം. അതൊന്നും പറയണ്ട, കേക്ക് കട്ടിങ്ങിന്റെ സ്പെഷ്യലിസ്റ്റിനെ നിങ്ങൾ കണ്ടല്ലോ അതില്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കാനഡയിലെ ഈ കിറ്റ് വന്നേക്കണത്. അപ്പൊ നമുക്ക് കാണിക്കാം. ആദ്യം ദേ സ്വീറ്റ്സിന്റെ തന്നെ അങ്ങ് കാണിക്കാം. ദേ ഞാൻ സിപ്ലോക്ക് കവർ തുറക്കാം. തുറന്നിട്ട് ഇതിലേക്ക് ഇട്ടോ. ഇടണോ? ഇട്ടോ. എനിക്ക് ഇടാനൊരു വിഷമം. എന്ത് മാത്രാന്ന് നോക്കി. ഓ എനിക്ക് വയ്യ. ഇത് നമുക്ക് 1-2 പേർക്ക് കൊടുക്കണം. എന്ത് മാത്രം സ്വീറ്റ്സ് ആന്ന് നോക്കി. സോ ഗ്രേറ്റ്. അപ്പൊ സ്വീറ്റ്സ് അതാ. ഇനിയിപ്പോ ഓരോ സാധനങ്ങൾ എടുക്കട്ടെ. ഇതിന്ന് ഓരോന്നോരോന്ന് എടുക്കാം. സ്വീറ്റ്സ് അവിടെ കിടക്കട്ടെ. അതെന്നതാ എന്നതാ പോലും അമ്മയ്ക്ക് ഗ്രീൻ ടീ ആന്ന് ഗ്രീൻ ടീ. ഗ്രീൻ ടീ 4 o'clock ഗ്രീൻ ടീ. 4 മണിക്ക് ഇനി അപ്പയ്ക്ക് ഗ്രീൻ ടീ കൊടുത്താ. വേണ്ട, അതപ്പോ ദേഷ്യപ്പെടും. അപ്പയ്ക്ക് 12 മണിക്ക് തന്നെ കഴിക്കണം. 12 മണിക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞ അല്ല, ഞാനും തമാശ പറഞ്ഞല്ലേ. ഇതൊന്ന് അപ്പൊ 12 മണിക്കെങ്കിൽ 12 മണിക്ക് ഇനി ഈ ഗ്രീൻ ടീ കുടിക്കാം. ഇവിടെ ഇരിക്കുന്ന തീർന്നിട്ട് പൊട്ടിക്കാം. കാനഡയിൽ അതെ നല്ല രസം അത് കാണാനല്ലേ. ഇങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ വെച്ചാ മതിയോ? കാനഡയിൽ നിന്നുള്ള ഗ്രീൻ ടീ ലീവ്സ് ആണ് അപ്പൊ ഇനി കുടിക്കാൻ പോണേ. ഇവിടത്തെ തീരുമ്പ അത് തന്നെ വീണ്ടും ഉണ്ട്. ഫ്രഷ് മിന്റ്. അതെനിക്ക് പറ്റിയതാ. അത് ഞാൻ എടുക്കാം. ഇവിടെ അതെടുക്കാൻ പറ്റിയതാണോ? നോക്കട്ടെ. എടുക്കാം. ഇങ്ങനെ തന്നെ പാക്കിങ്. അതുകൊണ്ട് എടുക്കാം. അതന്നെ ഇതില് ബാഗ് പോലെ, ടീ ബാഗ് ആടി. അതിന് ഇടാൻ വേണ്ടിയുള്ള ഇതാ. കൊള്ളാല്ലേ. കൊള്ളാം, നല്ല. നോക്കാം നമുക്ക് ഏതായാലും. അതനുസരിച്ച് മതി. കാനഡയിൽ നിന്നും കടൽ കടന്നെത്തിയ ഗിഫ്റ്റുകളാണ്. ഞാൻ ക്യാപ്ഷൻ ഇടുന്ന പോലെ. ഫ്രഷ് മിന്റ് ആണ് കേട്ടോ. ഇതെനിക്ക് അങ്ങനെ പാചകത്തിനൊക്കെ ചിലപ്പോ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അതൊക്കെ വായിച്ചു നോക്കാം, എന്നിട്ട് ശാന്തന് ചോദിക്കാതെ മെസ്സേജ് ഇട്ട് ചോദിക്കാലോ. അതെ. ഓ എന്റെ പൊന്നതേ. അതെന്നാ? അതെന്നാന്നൊന്ന് നോക്കട്ടെ. മാലകളുടെ ശേഖരാന്ന് എനിക്ക് തോന്നണം. ഓ എനിക്ക് അതും തുറന്നിട്ടോ. തുറക്കാം. ഓ എന്റെ പൊന്നെ. അന്ന് വന്നപ്പോ നിന്റെ ഏതാണ്ട് മാലയൊക്കെ കുറെ ഇട്ടിട്ട് നോക്കിയായിരുന്നു അപ്പാർട്ട്മെന്റ്. എന്റെ പൊന്നെ, ഭയങ്കര മാലയാണല്ലോ. ഇത് നമ്മുടെ സിൽവർ ഓക്സിഡൈസ്ഡ് ടൈപ്പ്. നല്ല രസമുണ്ട്. പ്ലെയിൻ ഡ്രസ് ഇടണം അതിന്റെ കൂടെ. എന്റെ പള്ളി, എന്റെ ശാന്ത. നല്ല മാലയാട്ടോ. കയ്യിൽ വെച്ച് കാണിച്ചേ. നല്ല ഭംഗിയുള്ള മാല. ഈ സ്വർണ്ണ നെക്ലേസിന്റെ ബാക്കിലുള്ള ഇതുപോലെ തന്നെ ഇത് ഇവിടെ കണ്ടോ. നല്ല നല്ല അടിപൊളി. പ്ലെയിൻ ആകുമ്പോ ഇത് എടുത്ത് കാണിക്കൂല്ലേ. പ്ലെയിൻ ഡ്രസ് ഇടണം, ഒരു പ്രിന്റ് പോലും പാടില്ല. അതിന്റെ കൂടെ ഹെവി. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് വീഡിയോയില്. പ്ലെയിൻ ഡ്രസ്സിന്റെ കൂടെ ഹെവി ജ്വല്ലറി ഇട്ടാ നല്ല ഭംഗിയാന്ന് പറയുമ്പോ അമ്മ പറയാറില്ലേ അത് ഇടണം എന്ന് പറയാറില്ലേ. അപ്പൊ അത് ശാന്താന്റി കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. ഉണ്ടായിരിക്കും. എന്റെ പള്ളി ഇതേ അടുത്ത നെക്ലേസ് മാല. അതടുത്തത് ഇങ്ങനെ വെച്ചാ അത് കാണാൻ പറ്റുന്നില്ല. കയ്യില് പിടിച്ച് നേരത്തെ പിടിച്ച പോലെ. സൈക്കിൾ ലോക്ക് പോലെയാ ബാക്കില്. അതാണ് അമ്മ ആദ്യം ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ നോക്കും, ലോക്കൊക്കെ ഞാൻ നോക്കും. കയ്യിൽ പിടിച്ച് കാണിക്കണം, നേരത്തെ കാണിച്ച പോലെ. അതിങ്ങനെ ഞാൻ ശരിക്കും വെക്കട്ടെ, എന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി. അതിമനോഹരം. ഇതും ഹെവി ഒരു മാലയാണ്. പ്ലെയിൻ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഇടാം. നല്ല കോസ്റ്റ്ലി മാലകൾ. അതെ അതെ അതെ, നല്ല രസമുണ്ട്. അതിന്റെ ചെയിനും ഒക്കെ നല്ല രസമുണ്ട്. നല്ല പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. നല്ല മാല. കമ്മലുകളുണ്ട്. അതിന്റെ ഈ മാലയുടെ കമ്മല് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അടിപൊളി.
ഒമ്പോ ചോക്ലേറ്റ് ഡ്രിങ്ക്. നീ കഴിഞ്ഞ പ്രാവശ്യം അപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോ പറഞ്ഞു ടിട്ടിച്ചാച്ചൻ കൊണ്ടുവന്നിരിക്കുന്ന ആ ചോക്ലേറ്റ് ഡ്രിങ്ക് വേറെ എങ്ങും ഞാൻ ആരും കൊണ്ടുവന്നിട്ടുമില്ല, എങ്ങും നോക്കിയിട്ട് അങ്ങനെ കാണാറുമില്ല. അത്രയും അരോമയും രുചിയുമുള്ള ഹോട്ട് ചോക്ലേറ്റ് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. പണ്ട് എന്റെ കൊച്ചായിരുന്നപ്പോ ടുട്ടിച്ചാച്ചൻ അത് കാനഡയിൽ നിന്ന് വരുമ്പോ അത് കൊറേ കൊണ്ടുവരുമായിരുന്നു. അത് ഓർത്തിട്ടാന്ന് തോന്നുന്നു ശാന്താന്റി ചോക്ലേറ്റ് ഡ്രിങ്ക് കൊടുത്തയച്ചത്. എന്തുമാത്രം നോക്കി. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഈ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇന്നലെ ലുലുവില് പോയപ്പോ കൊറേ തവണ ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കിന്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് വീണ്ടും വെച്ചു, വീണ്ടും എടുത്തു, വീണ്ടും വെച്ചു. കാരണം അത് ഇത്തിരി പ്രൈസി ആയതുകൊണ്ട് വേറെ കുറെ സാധനങ്ങൾ മേടിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് അത് നെക്സ്റ്റ് ടൈം വാങ്ങാന്ന് കരുതി ഞാൻ പിന്നെ അതവിടെ വെച്ചിട്ട് പോന്നു. പക്ഷെ ആഗ്രഹിച്ച പോലെ തന്നെ ഇന്ന് ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് കിട്ടിയത് കണ്ടോ. എന്തുമാത്രം അത് എന്തോരാ നോക്കി എന്റെ പള്ളി. എന്നാ നോക്കട്ടെ, ഇനിയുണ്ടോ? ഇത് സിട്രസ് ഓറഞ്ച് ഫ്ലേവർ. നോക്കട്ടെ. അതെ നോക്കട്ടെ. ഹെർബൽ ടീ വായിക്കാൻ വൈകിപ്പോയി. 4 o'clock ഹെർബൽ ടീ. ഇതാ 4 മണിക്ക് അപ്പയ്ക്ക് എന്ത് വേണേലും കുടിക്കാം. ക്യാമോമൈലാട്ടോ. ക്യാമോമൈൽ ഭയങ്കര നല്ല സാധനം ആണോ? ഒരു ഫ്ലവറാ അത്. ആ കാണുന്ന വൈറ്റ് ഫ്ലവർ ഇല്ലേ, അതാണ് ക്യാമോമൈൽ. അതായിരിക്കും പടം കാണിച്ചേക്കണേ. എന്നിട്ട് അതിന്റെ ഇതാണോ? അത് സിട്രസ്. അതും സിട്രസും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത ഒരു ഫ്ലേവർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ശാന്താന്റിയും ടിട്ടുചാച്ചനും കൂടെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങള്. അതായത് ഞാൻ ഇങ്ങനെ കാണിക്കാം. പടം എടുത്തു കഴിയുമ്പോൾ സാധനങ്ങളല്ലേ മാറ്റം. എന്റെ പൊന്നെ, ഇത് കാനഡ മുഴുവൻ ഉണ്ടെന്ന് തോന്നണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്കല്ലേ മൊത്തം തന്നു വിട്ടത്. പയ്യൻ കൈവച്ചു. അപ്പോഴും വരാൻ പറ കാണാൻ. ക്യാമോമൈൽ എന്നിട്ട് എടുത്തു വെക്കൂ. അതുകൊണ്ടാ എന്തോ ഒരു സാധനങ്ങളാ. ഞാൻ ഇത് കണ്ട ഇതിനൊക്കെ എന്നാ മറുപടി പറയണ്ടേന്ന് എനിക്ക് വാക്കുകളില്ല. അതെ. അപ്പൊ ഞാൻ ഇത് കണ്ട് മൊത്തം മതി മറന്നിങ്ങനെ ഇരിക്കുവാണ്. സ്വീറ്റ്സ് ആണെങ്കിൽ ഒരു ഇത് ഒരു ഷോപ്പില് കയറിയ ഒരു ഷോപ്പ് നടത്താനുള്ള എത്രോളം സാധനം വന്നിട്ടുണ്ട്. മാലകളാണെങ്കിൽ അതിമനോഹരം, നല്ല കോസ്റ്റ്ലി മാലകള്, അതിലേറെ ചോക്ലേറ്റ് ഡ്രിങ്ക്, പിന്നെ പല വെറൈറ്റി ടീ ബാഗോട് കൂടിയ ലീഫുകള്, പല ഫ്ലേവർ ഉണ്ട് അല്ലേ? അതെ. അത് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മിന്റിന്റെ ഉണ്ട്, നോർമൽ ഗ്രീൻ ടീ ഉണ്ട്, പിന്നെ ഹെർബൽ ടീ. അത് അതെ, അത് ചേർന്ന് ഇത് ഇത്ര സാധനങ്ങളാണ്. പിന്നെ മാലകള്, കമ്മല്. ഈ ഡ്രിങ്കിങ് ചോക്ലേറ്റ് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും അന്താളിച്ചു പോയത്. ഒരു വർഷം എനിക്ക് കുടിക്കാന്ന് തോന്നുന്നു കേട്ടോ. ചൂടുവെള്ളത്തിൽ ഇട്ടേച്ചാണോ? അല്ല, അത് പാലില ആണല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് ഇത് ഇനിയിപ്പോ എങ്ങനെയാന്ന് അറിയില്ല. ചിലപ്പോ ചിലതിലും മിൽക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും. മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് മിൽക്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഷുഗർ. അത് നോക്കാം നമുക്ക്. കുറച്ചധികം ഉണ്ട് അതിനകത്ത്. കുറെ മിൽക്ക് പൗഡർ ഉണ്ട് ഇതില്. അപ്പൊ പിന്നെ വെള്ളത്തിലായിരിക്കും അത് ചെയ്യേണ്ടത്. മിൽക്ക് പൗഡർ ഉണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലെ വീഡിയോസിലൊക്കെ ഈ മാലയൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുന്നത് കാണാം. എൻ്റെതായ ഒരു രീതിയിൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ വരുന്ന വീഡിയോസിലൊക്കെ കാണാം. പിന്നെ ഇത്രയും ഗിഫ്റ്റുകൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും സമ്മാനങ്ങൾ ഇങ്ങനെ നമ്മൾ തേടി ടിട്ടുചാച്ചനും ശാന്തേൻ്റെയും കൊണ്ടുവരുമെന്ന് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മളെ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണല്ലോ നമുക്ക് സമ്മാനങ്ങൾ കൊണ്ടുതരിക. അതിൽ ഞങ്ങൾ ബ്ലെസ്ഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മൊമെൻ്റ് കൂടിയാണിത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.